ഇന്ന് ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ഒരു 500 ഗ്രാം ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ സമയം മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗം യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര പോർഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു തടിച്ച ഭാഗം നമുക്ക് മാറ്റാം, കാരണം അത് തടിച്ച ഭാഗം കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ മാറ്റി ഇനി ഇതൊരു ക്യൂബ് പോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ക്യൂബ് കട്ടാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാം തന്നെ ക്യൂബ് കട്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് 2 സവാളയാണ് ആവശ്യം. അതിൽ ഒരു സവാള നമുക്ക് ഇതേപോലെ ക്യൂബ് കട്ട് ആക്കിയിട്ട് എടുക്കണം. പിന്നെ മറ്റേ സവാള നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. ആദ്യം ക്യൂബ് കട്ട് ആക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ചെറുങ്ങനെ പൊളിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയും ആണ് നമുക്ക് മാറ്റി കിട്ടിയിട്ടുള്ളത്. ഇനി ചോപ്പ് ചെയ്തെടുക്കേണ്ടത് സവാള ഒരെണ്ണം മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി സ്പ്രിംഗ് ഒനിയനാണ് ആവശ്യം. സ്പ്രിംഗ് ഒനിയൻ നമുക്ക് എപ്പോഴും കിട്ടുന്ന സമയത്ത് ഇതേപോലെ വേരോട് കൂടിയിട്ടാണ് കിട്ടുക. അപ്പോൾ വേര് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വേര് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ആ വെള്ള ഭാഗം ആണ് നമുക്ക് ആദ്യം തന്നെ ഉള്ളി, ഈ ചോപ്പ് ചെയ്തിരിക്കുന്ന ഉള്ളിൻ്റെ കൂടെ നമുക്ക് വഴറ്റി എടുക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പോർഷനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഗ്രീൻ കളർ പോർഷനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാം നമുക്ക് ആദ്യം തന്നെ ചെയ്തെടുത്താൽ പിന്നീട് നമുക്ക് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഓരോന്ന് ചോപ്പ് ചെയ്ത് വരുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ചോപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 പച്ചമുളകാണ് എടുക്കുന്നത്. ഇത് ചില്ലി സോസിന് പകരമായിട്ടാണ് ഞാനിവിടെ 4 പച്ചമുളക് എടുക്കുന്നത്. 4ഓ 5ഓ എടുക്കാം. എൻ്റെത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക്, എന്നാലും ഞാൻ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ചതച്ചിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചില്ലി സോസും ചേർക്കാം. ഞാൻ എപ്പോഴും ചേർക്കുന്നത് ഇതേപോലെ പച്ചമുളക് തന്നെയാണ്. അപ്പോൾ അതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ആവശ്യം. 1 പോട് വെളുത്തുള്ളി മൊത്തമായിട്ടുള്ളതുണ്ട്. ഏകദേശം ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ടാവും. ഇനി ഇതിൻ്റെ തോല് പോക്കിയതിന് ശേഷം നമുക്ക് നല്ല നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയം ഞാൻ ഇതൊക്കെ ഓരോന്ന് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇങ്ങനെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, യോഗർട്ടിൽ ഇതാക്കിയിട്ട് സോക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കഴുകുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ കഴുകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ സോയാ സോസ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാ പൊടികളും ഇട്ടതിന് ശേഷമാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് മൈദ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം മുട്ടയാണ്. അതും ഒരൊറ്റ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം 1 ടേബിൾ സ്പൂൺ വേണ്ട 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം.
ഏകദേശം 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. 1-1.5 ടീസ്പൂൺ വീതം നമുക്കിടാം. അത് എരിവിനനുസരിച്ച് ഇട്ടിട്ടാൽ മതി. പിന്നെ വിനീഗർ ഇട്ട് കൊടുക്കാം. വിനീഗർ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആപ്പിൾ സിൻഡർ വിനീഗറാണ്. നോർമൽ വിനീഗർ അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാൻ ആപ്പിൾ സിൻഡർ വിനീഗറാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 1/4 ടീസ്പൂണാണ് ആപ്പിൾ സിൻഡർ വിനീഗർ ഇട്ടിട്ടുള്ളത്. ഇനി അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സോയാ സോസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 minutes to 1 hour നമ്മൾ ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്നാവേണ്ടതാണെങ്കിൽ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ ഒരു 1 hour വെക്കുക. ഓക്കെ, എനിക്കിതിപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ടതുകൊണ്ട് 20 minutes ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത്. ഫ്രീസറിൽ ആയതിനു ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ്. ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം, കാരണം ഒറ്റ സെറ്റിന് നമുക്ക് എല്ലാം ആയി കിട്ടും. എല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ. ഇത് മുമ്പേ ബോയിലൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഏകദേശം ഒരു 20 minutes ഓരോരോ സൈഡും നമുക്കൊരു 10 minutes വീതം വെച്ചിട്ട് ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. വല്ലാതെ വലിയ പീസസ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. എന്നാലും ഒരു 20 minutes വേണ്ടി വരും. ഇപ്പം ഞാൻ വീണ്ടും മറച്ചിട്ടിട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് ഈ ഫ്രൈ നമുക്ക് മാറ്റാം. അങ്ങനെ ഫ്രൈ ഒക്കെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മളിനി അതിൻ്റെ മിക്സ് റെഡിയാക്കണം. ഈ മിക്സ് റെഡിയാക്കുമ്പം ഞാൻ നമ്മൾ നോർമൽ കോക്കനട്ട് ഓയിൽ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഓയിൽ തന്നെയാണ് മിക്സ് റെഡിയാക്കുമ്പോഴും ഗ്രേവി റെഡിയാക്കുമ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ 2 ടേബിൾ സ്പൂൺ അല്ല, ഇതൊരു തവി, ഒരു വലിയൊരു തവി, 2 വലിയ തവി ആണ് യൂസ് ചെയ്യുന്നത്. ഈ 2 തവി ഓയിൽ നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റാം. അതിന് ശേഷമാണ് നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന സമയത്ത് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനും ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന 4-5 പച്ചമുളക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചില്ലി സോസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 4-5 പച്ചമുളക് ചതച്ചത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി എടുക്കുകയാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കുക. അങ്ങനെ ടോട്ടൽ 2 ടേബിൾ സ്പൂണാണ് സോയാ സോസ് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് കെച്ചപ്പാണ് ഒഴിക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിക്കുന്നത്, 2 ടേബിൾ സ്പൂണ്. അപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഈ യെല്ലോ കളറ് ഇതാണ് നമുക്ക് മെഷർമെൻറ്റ് കപ്പ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഈ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കുമായിട്ട്. അതിനുശേഷം നമുക്ക് വിനീഗറാണ് ഒഴിക്കേണ്ടത്. വിനീഗർ ഏകദേശം 1 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. വിനീഗർ ഞാനിവിടെ ആപ്പിൾ സിൻഡർ വിനീഗറാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതും ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ ഇത് നമ്മൾ ഈ ഇത് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമുക്കൊന്ന് സൈഡിലെ അടുപ്പിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ 1 കപ്പാണ് ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് പഞ്ചസാര, എല്ലാം എരിവ് പുളി എല്ലാം ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് അറിയൊന്നുമില്ല പഞ്ചസാര ഇട്ടത്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ക്യൂബ് കട്ടാക്കി വെച്ചിട്ടുള്ള ഒനിയൻ ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം നേരത്തെ ക്യൂബ് കട്ടാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ കുറച്ചധികം കട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഒരു 10 മിനിറ്റ് സമയമാണ് എടുക്കുക. അങ്ങനെ 10 മിനിറ്റ് സമയത്തിന് ശേഷം ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് സമയം കൂടെ വയ്ക്കാം, പക്ഷെ ഞാൻ വെക്കുന്നില്ല. ഇത് ആയിട്ടുണ്ട് ഏകദേശം. ഈ നേരത്തെ ക്യൂബ് കട്ടാക്കി വെച്ചതൊന്നും വല്ലാതെ വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് പച്ച ടേസ്റ്റിൽ തന്നെ വേണം, അതാണ് അതിൻ്റെ ഒരു രുചി. പിന്നെ അങ്ങനെ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റ് സമയത്തേക്ക് വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കുക്ക് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ചെയ്താൽ മതി. എനിക്കൊരു 2-3 മിനിറ്റ്സും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് ശേഷം ഈ സിസമി ഓയിലാണ് ചേർക്കുന്നത്. നല്ലെണ്ണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ നല്ലെണ്ണ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു പ്രത്യേക ചൈനീസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ കളറ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ചേർക്കാം. എത്രത്തോളം ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. അപ്പം നന്നായിട്ട് ഒരു ഡ്രൈ വെള്ളം കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചപ്പാത്തി, എന്താ പറയുക, ഗീ റൈസ്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ്. ഹോട്ടലിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട്.